ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറേ വൈകി പോയിട്ട് കാരണം ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഇപ്പോൾ അല്ലുക്കുഞ്ഞിനായിരുന്നു ആദ്യം പനിയായത്. അതങ്ങ് മാറുന്ന മുന്നേ ഏട്ടായിക്ക് കിട്ടി, പുറകെ എനിക്കും. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ വീണ്ടും ഹോസ്പിറ്റലിൽ വന്നേക്കാണ്. ചുട്ടി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ ആളെപ്പോഴും കളി, അതുകൊണ്ട് അവൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂത്താട്ടുള്ളത് ബേബി ഡോക്ടറിൻ്റെ ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ വന്നേക്കുവാണ് കേട്ടോ. എനിക്കിത് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ മൂക്ക് അടഞ്ഞിരിക്കുകയാണ് കേസ്. അതാണ് സൗണ്ടിന് കുറച്ചൊരു വ്യത്യാസം. നല്ല ജലദോഷമുണ്ട്, തൊണ്ടവേദനയുണ്ട്, പനിയില്ല. ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മരുന്നൊക്കെ വാങ്ങി, ഒരു ലോഡ് മരുന്നൊക്കെ വാങ്ങി ഇറങ്ങി നേരെ അല്ലുക്കുഞ്ഞിന് മുടി വെടിക്കാമെന്ന് വിചാരിച്ചു. കാര്യം മുടി വളരുന്ന ആളോ എല്ലാത്തിൻ്റെ ഒരു വലിയൊരു കാരണം. മുടി വളർന്നാൽ പിന്നെ പനി എപ്പോഴും എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മുടി അങ്ങ് വെട്ടി, പക്ഷെ നല്ല സ്റ്റൈലായിട്ട് തന്നെ വെട്ടി കേട്ടോ. അവിടെ കണ്ട ആ ഒരു സ്ക്രീനിൽ ഞങ്ങളെ കണ്ടപ്പോൾ തെച്ചുട്ടി പറയണം, അമ്മ അത് നമ്മൾ ടി വിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാണിക്കുവാണ് കേട്ടോ. അങ്ങനെ അല്ലുക്കുഞ്ഞാണെങ്കിൽ എന്നെ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് എന്നെ വിടുന്നേ ഇല്ല കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാത്തത്. ഇന്നേരം സമയമായതുകൊണ്ട് തന്നെ അല്ലുക്കുഞ്ഞിന് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മുടിയൊക്കെ വെട്ടി കഴിയുമ്പോൾ മസാജൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ കിട്ടി ആൾ സുഖമായിട്ട് ഉറക്കം തൂങ്ങിയിരുന്നു കേട്ടോ മുടി വെട്ടാനൊക്കെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് 2ാമത്തെ വട്ട അല്ലുക്കുഞ്ഞിന് മുടി വെട്ടാൻ ഇവിടെ വന്നത്. കൂത്താട്ടോളത്ത് ഉപാസന, അതാണ് ഈ ഒരു ഹെയർ കട്ട് സലൂണിൻ്റെ പേര്. അടിപൊളിയായിട്ട് വെട്ടു കേട്ടോ. ഏട്ടയൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. ഞാൻ ഇവരെ കൊണ്ട് 2ാമത്തെ വട്ടമായിട്ട് വരുന്നത്. അപ്പോഴേക്കും അല്ലുക്കുഞ്ഞ് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞായിരുന്നു. ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വട്ടം വെട്ടിയതും ഈ ഒരു സെയിം ലുക്കാണ് കേട്ടോ. മുടി അങ്ങ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ജലദോഷമൊക്കെ ഒരുവിധം പെട്ടെന്ന് വരൽ കുറയുമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ വെട്ടിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഒരു ബേക്കറി വന്നു, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു, നേരെ വീട്ടിൽ പോയി. അപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് ക്രീം ബണ്ണൊക്കെ ഞാൻ കഴിക്കുവാണ് കേട്ടോ. അത് ഞാൻ നൈറ്റ് വേറെ പ്രത്യേകിച്ച് ഫുഡൊന്നും വേണ്ടെന്ന് ഏട്ടയെ പറഞ്ഞു. അപ്പോൾ ഏട്ടയ്ക്ക് സൂപ്പ് കുടിച്ചു. ഞാൻ ചപ്പാത്തി ഉള്ളതുകൊണ്ട് തക്കാളി കറിയും കൂടെ ഉണ്ടാക്കി. തക്കാളി കറിയല്ല, തക്കാളി ഇങ്ങനെ കുഴമ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുശേഷം പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തേ. ഇനിയാണ് വലിയ ടാസ്ക് വരാൻ പോകുന്നത്, മരുന്ന് കഴിക്കില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡ്രസ്സും മരുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഞാൻ കഴിക്കുവാണ്. ഒരു ഗുളിക ഉണ്ട്, പിന്നെ ഒരു മരുന്നും ഉണ്ട്. എനിക്ക് ഗുളിക കഴിക്കുക അത്രേ ഇഷ്ടമില്ലാത്ത കാര്യം പറയില്ല കേസ്. എനിക്ക് തൊണ്ടേ കുടുങ്ങുന്നൊക്കെ പേടിയാണ്. കുഞ്ഞു ഗുളികയാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ആ ഒരു സിറപ്പിന് ഭയങ്കര ചവർപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഏട്ടായും കുടിച്ചു. ഇനി ഇത് ഏറ്റവും വലിയ ടാസ്ക്കാണ് കേസ്, ഇവർക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളത്. തെച്ചുട്ടിന് പിടിച്ച് കൈയും കാലൊക്കെ കെട്ടിയിട്ടാണ് മരുന്ന് കൊടുക്കുന്നത് കേട്ടോ. 3 മരുന്നുണ്ട്. ഒട്ടും ഇഷ്ടമില്ലാത്ത വെള്ളമരുന്നാണ് ആൻറ്റിബയോട്ടിക്. അത് കുടിക്കുമ്പോൾ ഫുള്ള് കൈയും കാലിട്ട് അടിച്ച് ഭയങ്കര ഇത് കാണിക്കും കേട്ടോ. അതെപ്പോഴും അങ്ങനെയാണ്, കഷ്ടപ്പെട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അല്ലുക്കുഞ്ഞിനും ഉണ്ട് ആൻറ്റിബയോട്ടിക്. അങ്ങനെ മരുന്ന് കൊടുക്കൽ ഞങ്ങളൊരു 10-15 മിനിറ്റ് എടുത്തു 2 പേർക്കും കൊടുത്ത് കഴിയാനായിട്ട്. കാര്യം അത് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പുറകെ കരച്ചിലുണ്ടാവും. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് സൈഡിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അല്ലുക്കുഞ്ഞ് നിന്ന് തുള്ളി ഓടുമായിരുന്നു കേട്ടോ കേസ് മരുന്ന് പിടിച്ചിട്ട്. എന്തായാലും കുടിക്കാണ്ട് നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഈ മരുന്നും കൂടെ കുടിച്ചിട്ട് അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ പനിയും അസുഖങ്ങളൊക്കെ അങ്ങ് മാറിയാൽ മതിയായിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 1 മാസമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ബൈ.